ഈ ഒരു ഡിസ്പ്ലേ ഇതൊരു സൂപ്പർ ബൈക്കിൻ്റെ ഫ്ലോർ ഡിസ്ക്കാണ്. ഹൈസങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അകത്തൊരു വരുന്നൊരു സോ ഹേ ഗൈസ്, വെൽക്കം ടു ശിവ. യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തമിഴ്നാട് കണ്ട പോലെ നമ്മുടെ RX135 ആണ് വണ്ടി. സംഭവം ബാക്കിയെല്ലാം സ്റ്റോക്കാണ്. ഫ്രണ്ടിലൊരു ഷൈൻ്റെ ഡിസ്ക് ഉണ്ട്. അതിനകത്ത് ഈ ഒരു ഡിസ്ക് പ്ലേറ്റ് ഇതൊരു സൂപ്പർ ബൈക്കിൻ്റെ ഫ്ലോർ ഡിസ്ക്കാണ്. ഹൈസങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അകത്തൊരു വരുന്നൊരു സൂപ്പർ ബൈക്കിൽ ഡ്യുവൽ ഡിസ്കിൽ വരുന്നൊരു ഡിസ്ക് നമ്മൾ മേടിച്ചതാണ് സംഭവം. ഈ ഡിസ്ക് പ്ലേറ്റ് എങ്ങനെ നമ്മുടെ RX135 സെറ്റ് ചെയ്യും അതിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാൻ മനസ്സിലാവുന്നത് ഷൈനിൻ്റെ ഒരു ഡിസ്ക് സെറ്റായിട്ടോ ഇരിക്കുന്നത്. അപ്പം ഇത് ഇച്ചിരി നോക്കിയിട്ട് നല്ല ടാസ്ക്കാണ്. എൻ്റെ രൂപ ശരിയാണ്, കാരണം ഇത് ഓൾറെഡി ഡിസ്കിനൊരു പൊക്കം വരുന്നുമുണ്ട്. അതിൻ്റെ കൂടാതെ നമ്മുടെ എന്നാ പറയണ്ടേ, അത്രയും ഗ്യാപ്പും ഇല്ല എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം നമുക്കൊന്ന് നോക്കണം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് വണ്ടി ഡിസ്മാൻഡിൽ ചെയ്യാം. അപ്പം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അഡാപ്റ്ററൊക്കെ എടുത്തിട്ട് അതൊക്കെ വെരിഫൈ ചെയ്താലും നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഏതെങ്കിലും മാച്ച് ആവുമോ, എന്തൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ കാലിപ്പർ യൂസ് ചെയ്യാൻ പോകുന്നത് RX100 കാലിപ്പറാണ്. ഇത് മാറ്റിയിട്ട് നമ്മൾ RX100 കാലിപ്പർ യൂസ് ചെയ്യാൻ പോവാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ചാനൽ പുതിയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ എന്നെ വിളിട്ടാൽ നമ്മൾ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടാസ്ക് ആയിട്ടുള്ള പണിയാണ്. കാരണം നമുക്ക് ഈ അഡാപ്റ്റർ ഉൾപ്പെടെ നമ്മുടെ പ്ലേറ്റ് ഇരിക്കുന്നതും അഡാപ്റ്റർ ഇല്ലാതെ നമ്മുടെ ഹൈസങ്ങിൻ്റെ പ്ലേറ്റ് ഇരിക്കുന്നതും രണ്ടും ഏകദേശം ഒരേ അളവാണ്. ഇത് കണ്ടല്ലോ, ഒരു പൊടിക്ക് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അത് വലിയൊരു ടാസ്ക്കാണ്. കാരണം നമുക്ക് അഡാപ്റ്റർ ഉണ്ടാക്കുന്നതിനൊരു മിനിമം വിത്തുണ്ട്, അതിനപ്പുറം നമുക്ക് കുറച്ച് ഉണ്ടാക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള പണിയാണ് തന്നേക്കുന്നത് നമുക്ക് കസ്റ്റമർ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചറിയുണ്ടല്ലോ ഡിസ്ക് ഇരിക്കുന്നതാണ്. ഇത് ബൾജിങ് വന്നിട്ട് ഈ ഡിസ്ക്, ഇതിന് അഡാപ്റ്റർ ഉൾപ്പെടെ ബൾജിങ്ങാണ് വരുന്നത്. സോ വലിയൊരു ടാസ്ക് തന്നെ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഗൈഡൻസ് തരേണ്ടത് ലെയ്ത്തിലെ അച്ചായനാണ്. ഹബ്ബ് കാണിച്ചത് ഷൈൻ്റെ സ്റ്റോക്ക് ഹബ്ബാണ്. ലെയ്ത്തിലെ അച്ചായനാണ് നമുക്ക് അതിൻ്റെ ഗൈഡൻസ് തരേണ്ടത് എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഹബ്ബിൽ നിന്ന് ഇച്ചിരി വെട്ടി കളഞ്ഞിട്ടോ ഹബ്ബിൽ നിന്ന് വെട്ടി എത്രത്തോളം അത് എടുക്കാൻ പറ്റും അതിനെപ്പറ്റി എല്ലാം അച്ചായനോട് ചോദിക്കണം. അപ്പം ടാസ്ക്കാണ് ഇവർക്ക്. അപ്പം നമ്മൾ ലെയ്ത്തിലെ പുള്ളിയുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതായിട്ട് നമ്മൾ RX-ന് മറ്റേ ഹബ്ബ് അഡാപ്റ്റർ യൂണിക്കോണിനകത്ത് വരുന്ന ഡിസ്പ്ലേ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സൂപ്പർ ബൈക്കിൻ്റെ ഡിസ്പ്ലേ ആയിട്ട്. അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അഡാപ്റ്റർ ത്രെഡ് കട്ട് ചെയ്യുന്ന സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഡിസ്ക് വെച്ച് മുറുക്കാനുള്ള അതിൻ്റെ ത്രെഡ് ഇട്ടേക്കുക കേട്ടോ. ഇനിയും നമുക്കിനി ഇത് ഹബ്ബിലോട്ട് സെറ്റ് ചെയ്യാനുള്ളതിൻ്റെ ഒരു 4 ഹോളും ത്രെഡ് വരും. അപ്പോൾ ആ ഹബ്ബിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇനി അടുത്തതാണ് പരിപാടി. പിന്നെ ഇത് ഫിനിഷ് ചെയ്താൽ മാത്രം അത് പടി കഴിയും. സോ നമ്മുടെ അഡാപ്റ്ററിൻ്റെ പണി കഴിഞ്ഞ് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി 3 ദിവസമായി. ലൈറ്റിൽ തിരക്കായി കൊണ്ട് ലേറ്റായി പോയി വട്ടം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മാക്സിമം തിന്നായിട്ട് അഡാപ്റ്റർ ഉണ്ടാക്കിയിട്ട് തന്നെ കണ്ടല്ലോ ഇത്രത്തോളം ഡിഫറൻസ്. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക എന്താവും എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇത്രയും ചിന്ന പക്ഷേ ഏകദേശം ഒരു നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൻ്റെ 1/3 വലിപ്പമേ ഉള്ളെന്നാണ് നമ്മൾ ലെയ്ത്തിലെ അച്ചായൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, ഏകദേശം 5 mm ഉള്ളൂ, 5-6 mm ഉള്ളൂ. അപ്പം ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും അഡാപ്റ്റർ ഇൻസ്റ്റാൾ പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ യൂണിക്കോൺ ഹബ്ബാണ്. 2 ഹോൾ നമ്മൾ വേറെ ഇട്ടു, 2 ഡിസ്പ്ലേ എടുത്തേക്കുന്നത്. കറക്റ്റ് സ്റ്റെപ്പേ സീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ഹോള് മാച്ച് ചെയ്യുന്നുണ്ട്, താഴത്തെ 2 ഹോളും പക്കയായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഇട്ട് മുറുക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ 4 നട്ടിട്ട് കറക്റ്റ് മുറുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കറക്റ്റായിട്ട് ഇരിക്കുന്ന ഹെഡ് ഇരിക്കുന്ന ഗ്യാപ്പ് അതിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഗൈസ്. സോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പിലാണ് നമ്മുടെ പ്ലേറ്റ് സെറ്റ് ആകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പ്ലേറ്റിൽ സീറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ. ആൻഡ്
പെർഫെക്റ്റ്ലി സീറ്റഡ്. ഇപ്പോൾ കിടക്കുന്ന കഴിഞ്ഞിട്ട് മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആണുള്ളത് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇനി നമ്മുടെ എപ്പോഴും നോക്കുന്ന പോലെ ബുള്ളറ്റിൻ്റെ എലങ്കീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മിക്കവാറും എലങ്കീസ് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് സോ ഗൈസ്, അപ്പം അങ്ങനെ നമ്മുടെ ഡിസ്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, കൊണ്ട് ലുക്ക് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. കണ്ടാൽ ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഞാൻ ഇച്ചിരി പണിപ്പെട്ടു ഗൈസ്. 4 ദിവസം എടുത്ത് വണ്ടി ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. സംഭവം കുറേ ഓൾട്രേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ അതുപോലെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുവാണെങ്കിൽ ഇത് വന്നിട്ട് ഒരു RX135 ആണ് വണ്ടി. 4 സ്പീഡാണ്, 5 സ്പീഡല്ല. ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും യൂണിക്കോൺ ഡിസ്ക്കാണ് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 5 സ്പോക്ക് വരുന്ന ഹബ്ബാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലോട്ടാണ് നമ്മൾ ഇത്രയും വലിയ എന്നാ പറയുക ഡിസ്ക് കയറ്റിയേക്കുന്നത്. യൂസ് ചെയ്തേക്കുന്ന ഹൈസങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു സൂപ്പർ ബൈക്കിൻ്റെ ഒരു ഡ്യുവൽ ഡിസ്ക് വരുന്നതിനകത്ത് ഒരു സൈഡിൽ ഡിസ്ക്കാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പാച്ചയുടെ കാലിപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് നമ്മൾ വച്ചേക്കുന്നത്. കാലിപ്പർ ബ്രാൻഡ് ന്യൂ പീസ് നമുക്ക് അവൈലബിൾ ആണ്. നല്ല ക്ലീൻ പീസ് വരും, പുത്തൻ പീസ് അത്. അപ്പം വലിയ വില ഷോറൂമിനെക്കാട്ടിലും ഒരു 50% ആ റേഞ്ചിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കാലിപ്പർ പുത്തപ്പെട്ടിട്ടുണ്ട്, ഡിസ്ക് പ്ലേറ്റ് ഇട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അഡാപ്റ്റർ നല്ല തിന്നായിട്ടാണ് അഡാപ്റ്റർ ഇരിക്കുന്നത്. അഡാപ്റ്റർ ഒരു 5 എലങ്കി ഇട്ടിട്ട് നമ്മുടെ ഡിസ്കിൽ ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്ക് പ്ലേറ്റ് നമ്മൾ എപ്പോഴും ഇടുന്ന പോലെ ബുള്ളറ്റിൻ്റെ എലങ്കിയാണ്. അപ്പം അതാണ് സംഭവം. കണ്ടല്ലോ, ഇച്ചിരി പണിപ്പെട്ടെങ്കിലും നല്ല ലുക്കാക്കി തന്നെ എടുത്തു. നമ്മുടെ ഓണർക്ക് സംഭവം ഈ ഡിസ്കിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ ചെയ്ത്. അപ്പം ലുക്ക് ഒരു രക്ഷയില്ല വണ്ടി. അപ്പം എന്നാ പറയണ്ട, ഇതുപോലത്തെ വർക്കുകൾക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാരണം കമൻറ്റ് ചെയ്യുക. വെരി സ്മിഷ് ആണ്. വെരി സ്മിഷ് വാസാനിങ്.